ഒരു ലെവലിൽ ഒരു ത്രില്ലറാണ്, ഒരു ലെവലിൽ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്, ഒരു ലെവലിൽ ഒരു സയൻസ് ഫിക്ഷൻ മാതിരി ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം 1984 എന്ന് പറഞ്ഞൊരു ഐ തിങ്ക് ജോർജ് ഓർവെലിൻ്റെ ബുക്ക് ഉണ്ടല്ലോ, അത് ഈ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ അധികമാകുമ്പോൾ വരുന്ന സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു ഓർവെലിയൻ വേൾഡാണ്. മഹേഷിൻ്റെ എല്ലാ പടങ്ങളിലും യു ക്യാൻ സീ ദാറ്റ് ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ ഒരുമാതിരി ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാവും. ലൈക്ക് അറിയിപ്പിൽ കോവിഡ് നേരത്ത് പുറത്തേക്ക് പോകാൻ പറ്റാണ്ട് സ്റ്റക്കാവണവർ, ലാൻഡ് സ്ലൈഡിൻ്റെ ഉള്ളിൽ സ്റ്റക്കാവുന്ന ഫഹാദ്, ഒരു സീജിൻ്റെ ഉള്ളിൽ കിടന്ന് പടയുന്ന ക്യാരക്ടേഴ്സിനെ ആണ് മഹേഷ് നോക്കുക. ആൻഡ് ഹൗ ഡു ദേ ഡീൽ വിത്ത് ഈ ഇങ്ങനത്തെ എത്തിക്കൽ ഇഷ്യൂസ്. ഈ പടം എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കേരളത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഓഫ് ദ കണ്ടന്റ് അല്ല, ഇതിന്റെ നമ്മളുടെ ഓഡിയൻസിന്റെ മഹിമ. ദാറ്റ് ഈസ് ഒരു ലെവലിൽ ക്യാൻ യു തിങ്ക്, ഇപ്പൊ നമ്മളൊരു സ്ക്രിപ്റ്റായി എഴുതുമ്പോൾ ബ്രഹ്മയുഗത്തിൽ 3 ക്യാരക്ടേഴ്സാണ്. അവരൊരു മനയുടെ ഉള്ളിലിരിക്കുന്നുണ്ടാവും, അതിൽ അവരുടെ പടം വലി നടക്കുന്നുണ്ടെന്ന് പറയണം. ഇത് അതിൻ്റെ ഉള്ളിൽ വരുന്ന മെറ്റഫേഴ്സ്, ഒരു പാണന്റെ പാട്ടും ഒരു ഒപ്രസീവ് ഫ്യൂഡൽ ലോർഡും അതിൻ്റെ ഒരു സെർവൻറ്റും അതിൻ്റെ കാസ്റ്റ് ഡൈനാമിക്സ്, ഇതെല്ലാം കൂടി ചെയ്തിരിക്കുന്ന വിധം ഇൻ എ ഹൊറർ സെറ്റപ്പ് വിത്ത് മിനിമലിസം, അത് വേറെ എവിടെയും നടക്കില്ല. അപ്പോൾ അവർ പറയും എവിടെയാണ് ഫീമെയിൽ ക്യാരക്ടേഴ്സ്, നിങ്ങൾ എങ്ങനെയാണ് 50% ഓഡിയൻസ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കൊളാക്കും. പക്ഷേ ആ ക്യാരക്ടർ, ആ കഥയ്ക്ക് അതേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞാൽ മലയാള സിനിമ അത്രയും പുരോഗമിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദേ ആർ ഏബിൾ ടു മേക്ക് ഇറ്റ് മിനിമൽ. ദിസ് ഈസ് ദ ഓപ്പോസിറ്റ്. ഇത് സഞ്ജയ് ലീല ബൻസാലിയുടെ മാക്സിമലിസം മാതിരിയാണ്. അത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്, ബിക്കോസ് ഇറ്റ് ഡീൽസ് വിത്ത് സോ മെനി ഇഷ്യൂസ്. പക്ഷേ ഇറ്റ്സ് ഒരുമാതിരി ലൈറ്റ്നിങ് സ്പീഡിൽ പോവാണ് ദ നറേഷൻ. ആൻഡ് I think you will be exhausted by the time the first half ends. Okay.